അമ്മേ, കുട്ടികളെ എങ്ങനെയാ ഉണ്ടാക്കുന്നേ? ഓരോ കുട്ടിയുടെ ഉള്ളിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ. പക്ഷേ ചില ചോദ്യങ്ങൾ അവ എല്ലാ അതിരുകളും കടന്ന് നമ്മളെ ചിന്തിപ്പിക്കും. അതിലേറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ്, ഒരുപക്ഷെ ഏറ്റവും ലളിതമെന്ന് തോന്നിപ്പിക്കുന്ന ആ ചോദ്യം: അമ്മ, ഞാൻ എവിടുന്നാണ് വന്നത്? അമ്മ, ഈ തവിട് കഥ ഒരു 100 വട്ടമെങ്കിലും ഞാൻ കേട്ട് കാണും. അമ്മ എപ്പോഴും പറയും എന്നെ കിട്ടിയത് തവിട് കൊടുത്തിട്ടാന്ന്. പിന്നല്ലാതെ അന്നെന്തോ ഒരു വിഷു ആയിരുന്നെന്ന് തോന്നുന്നു. എനിക്കായി ഒരു കുഞ്ഞു വേണം തോന്നി. പെട്ടെന്നൊരു കൊക്കില്ലാത്ത കാക്ക പറന്നു വന്ന ഒരു വലിയ കാക്കത്തൂവൽ തന്നിട്ട് പോയി. ഞാൻ അതെടുത്ത് അടുക്കളയിൽ വെച്ച് ഒരാളോടും പറയാതെ കുറച്ച് തവിടും ചേർത്ത് നന്നായി കുഴച്ചു. ഒരു മരക്കൊമ്പ് കൊണ്ട് ചെറുതായി തട്ടിയപ്പം നീ അമ്മയുടെ ഈ കഥ ഇപ്പോഴും ഈ തവിടിന്റെ മണം എന്നെ വിട്ടുപോയിട്ടില്ല. അമ്മ, അന്നൊരിക്കൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഞാൻ എവിടുന്നാ വന്നേന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? മീൻകൊട്ടയിലെ ആ കഥ. അതൊരിക്കലും മറക്കാൻ പറ്റില്ല മോനെ. അന്ന് പുലർച്ചെ ഞാൻ മീൻ വിൽക്കാൻ പോയതായിരുന്നു. ഞാൻ മീൻ മീൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ ദേ എന്റെ വിളിയെ കളിയാക്കി ആരോ ചിരിക്കണ പോലെ മീൻ 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 മീനേന്ന് തിരിച്ചു വിളിക്കണു. ഞാൻ ആരെയും കണ്ടില്ല മോനെ. പിന്നെ തോന്നി ആ ഒച്ച എന്റെ മീൻകൊട്ടേന്നാണല്ലോ വരണേ. ഞാൻ കൊട്ടയ്ക്കൊരു നോട്ടം നോക്കി. ആഹാ, മീൻകൂട്ടത്തിന്റെ അടിയിൽ ഒരു വലിയ ശംഖിന്റെ ഉള്ളിൽ ദേ കിടക്കുന്നു നീ ചിരിച്ചോണ്ട്. അങ്ങനാ മോനെ നിന്നെ മീൻകൊട്ടേന്ന് എനിക്ക് കിട്ടിയേ. അവൻ ഇപ്പോഴും വിശ്വസിക്കണു അവൻ അങ്ങനെ തന്നെയാ വന്നെന്ന്. അതൊരു സന്ധ്യയായിരുന്നു. അടുക്കളയിൽ കറിക്കരിയുന്നതിനിടെ എന്റെ മോൻ പെട്ടെന്ന് വന്ന് ചോദിച്ചു, അമ്മേ, ഞാൻ എങ്ങനെയാ ഉണ്ടായേ? ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. എന്തു പറയണമെന്നറിയാതെ നിന്നുപോയെങ്കിലും എന്റെ മനസ്സിൽ ഒരു കഥ തെളിഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ മണ്ണിൽ നിന്നുണ്ടായതാ. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ കഥ കേൾക്കാൻ കാത്തിരുന്നു. ഒരിക്കൽ ഒരിച്ച നേരത്ത് ഞാൻ പാടവരമ്പിൽ നിന്ന് നല്ല കളിമണ്ണ് കുഴച്ചെടുത്ത് ഒരു കുഞ്ഞിന്റെ രൂപമുണ്ടാക്കി വെച്ചു. പെട്ടെന്നൊരു മഴ പെയ്തു. ഞാൻ അകത്തേക്ക് ഓടിക്കേറി. പക്ഷേ ആ മണ്ണിന്റെ കുഞ്ഞിനെ എടുക്കാൻ മറന്നുപോയിരുന്നു. ആ രാത്രി മുഴുവൻ ആകാശത്ത് ഇടിമിന്നൽ വെട്ടി ഞാൻ നേരത്തെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ ഒരു നേർത്ത കുഞ്ഞു കരച്ചിൽ കേട്ടു. പുറത്തുപോയി നോക്കിയപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച മണ്ണിന്റെ രൂപം ഒരു മനോഹരമായ കുഞ്ഞായി മാറിയിരുന്നു. അവൻ ആ കഥ അത്രയേറെ വിശ്വസിച്ചതുകൊണ്ട് പിന്നീട് ഒരു കുഞ്ഞനുജത്തിയെ വേണമെന്ന് ആവശ്യപ്പെട്ട് അവൻ സ്വന്തമായി മണ്ണിന്റെ രൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്റെ മോള് പിറന്നപ്പോ മാത്രമാണ് അവൻ നിർത്തിയത്. അമ്മ, അന്ന് എന്നോട് ഞാൻ എവിടുന്നാ വന്നേന്ന് പറഞ്ഞ ആ നുണക്കഥയില്ലേ, അത് അന്നത്തെ പോലെ തന്നെ ഒന്നും കൂടി പറയാമോ? അതോ അടുക്കളയിൽ ഉണ്ടാക്കുന്നതാ. സുഖിയനും നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാ. കുറച്ച് പഞ്ചസാരയും സ്നേഹവും ചിരിയൊക്കെ കൂട്ടി നല്ല ഭംഗിയുള്ള അച്ചിൽ വെക്കും. പിന്നെ ഓവനിൽ വെച്ചൊരു ടിങ് ശബ്ദം കേൾക്കുമ്പോ ദേ കിടക്കുന്നു നീ. പിന്നെ നിന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് ഉമ്മ വെച്ച് ഒരു തങ്കക്കുടമാക്കി. നമ്മുടെ അമ്മമാര് പറഞ്ഞ കഥകൾ ഓർമ്മയില്ലേ? യുക്തിക്കൊരു കണിക പോലും ഇല്ലാത്ത അസംബന്ധം. എവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കുമോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന കഥകൾ. പക്ഷേ ആ കഥകളിലുണ്ടായിരുന്ന ഒരു കരുതൽ, ആ വാത്സല്യം, ആ സ്നേഹം, അതായിരുന്നില്ലേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ അത്രയും വർണ്ണാഭവും ഭാവനാസമ്പന്നവുമാക്കിയത്. ആ കഥകളാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മളെ രൂപപ്പെടുത്തിയത്. ആ അസംബന്ധങ്ങളിൽ ഒളിഞ്ഞുകിടന്ന സ്നേഹവും സുരക്ഷിതത്വവുമാണ് നമ്മുടെ ചിന്തകൾക്ക് നിറം നൽകിയത്. ആ കഥകളാണ് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. എത്ര വളർന്നാലും ആ കഥകൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ആ അസംബന്ധങ്ങളെല്ലാം നൽകിയതിന്, ആ സ്നേഹങ്ങളെല്ലാം നൽകിയതിന് 1000 നന്ദി. അപ്പൊ നിങ്ങളുടെ അമ്മമാര് പറഞ്ഞിട്ടുള്ള അത്തരം അസംബന്ധ കഥകളുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.